ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? നമ്മള് റിസോർട്ടിലാ, പുഴയിലാ ഉള്ളത് കേട്ടോ. അപ്പം ഭയങ്കര രസം. അപ്പൊ എന്നാ ഇവിടെ ഇരുന്നൊരു കുക്കിംഗ് വീഡിയോയും കൂടെ ഒന്ന് ചെയ്തേക്കാന്ന് വെച്ചു. അപ്പൊ അതിന് ഏറ്റവും നന്നായിട്ട് ഇതിലേക്ക് നടന്നപ്പോ കുറച്ച് പുളിയില കിട്ടിയേ, പുളിയിലയുടെ നാമ്പ്. എന്നാ പിന്നെ കുറച്ച് മീനും കിട്ടി, ചെറിയ നത്തലില്ലേ. പക്ഷെ ഇവിടുന്ന് ഇച്ചിരി പിടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ കുറെ ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇതിലെ കുഞ്ഞു മീനും ഞണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്ന് നമ്മള് നത്തല് വെച്ചിട്ട് ഒന്ന് പുളിയില ചുടാൻ പോവാണേ. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ആംബിയൻസിൽ ചുടുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. ആദ്യം ഞാൻ ഇന്ന് അഭിനയം കൂടെ കൂട്ടിയേക്കുവാണേ. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണമെങ്കിൽ ഇവന്റെ ഹെൽപ്പ് വേണം. അപ്പൊ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുക. ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, കോഴിക്കോട് ജില്ലയിലെ പൂവാറന്തോട് മിസ്റ്റോറ നമ്മുടെ റിസോർട്ടിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പുളിയില ഒന്ന് ചുടാം. ആദ്യം തന്നെ ദേ പുളിയിലയുടെ തളിരില എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, കാന്താരിമുളക് എടുത്തേക്കുന്നത് കേട്ടോ. അത് എരിവിന് പാകത്തിനെടുത്തോ. ഒരു 3-4 ചുള ചെറിയ ഉള്ളിയും കുറച്ചുപ്പും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല പോലെ നെയ്യ് പോലെ അരച്ചെടുത്തോണ്ട് വരാവേ. അപ്പം അതൊക്കെയാണ് നമുക്ക് അതിനെ കൊണ്ട് ആവശ്യം. മോനെ, ഇതൊന്ന് നല്ലപോലെ അരച്ചെടുത്തോണ്ട് വരണം. അവൻ കുക്കിങ്ങിന് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, ഷെഫാണ്. അപ്പൊ അതാ ഈ മീൻ കണ്ടോ, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പുഴയുടെ നല്ല ശബ്ദവും കിളികളുടെ ശബ്ദവും, എന്താ പറയാ, നല്ല രസം ഇവിടെ ഇങ്ങനെ ഇരിക്കാം കേട്ടോ. നമ്മുടെ ഈ കുക്കിംഗ് ഒക്കെ കണ്ടോണ്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, അവരോടെ കാണിച്ചു തരാം കേട്ടോ. നീലേച്ചിയും അപ്പും അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിപ്പുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. മീൻ വന്നുണ്ടോ, ഇഷ്ടംപോലെ മീനുണ്ട്. പക്ഷെ നമ്മള് തോർത്ത് വെച്ചൊക്കെ കോരി നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. നോക്കിയേ വേണ്ടോ, ഈ ചെറു മീനാണ് ഏറ്റവും നല്ലത് പുളിയില ചീടാൻ. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയാ, പക്ഷെ കിട്ടിയില്ല. മസാലയൊക്കെ അരച്ച് വരുന്നുണ്ട് കേട്ടോ. പുളിയിലക്കുള്ള മസാലയൊക്കെ ദേ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയാ, ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു അല്ലേ. അപ്പൊ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുത്തോണ്ട് വന്നാ. ഇനി ഇതിനകത്തേ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണേ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ. പുഴയിലിപ്പോഴേ വാഴയിലൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മള് ഇവിടെ ഉണ്ടായിരുന്ന കിട്ടിയ ഒരു ഇലയാണ്. ഞാനിത് പലരോടും ചോദിച്ചു, പൂവയല്ല കേട്ടോ, വേറെ എന്തോ ഒരു ഇലയാ. അപ്പൊ ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ചൂടാന് ഈ ഇല അങ്ങോട്ട് എടുക്കാം. അപ്പൊ നമ്മള് ചുടാൻ വേണ്ടി പോവാണ്. ആദ്യം സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാവേ. പാൻ വെച്ചു. പാനൊന്നും കറക്റ്റ് ലെവലിലൊന്നും അല്ല, പുഴയിൽ ഇത്ര സൗകര്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലോട്ടൊന്ന് വെക്കുമോനെ. ഇല വെച്ചു. ഇനിയില്ലേ ഇത് മിക്സ് ചെയ്യണം. ഇന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എബിനാണ്. കണ്ടോ, ഈ പുഴയിൽ ഒറ്റയ്ക്ക് എനിക്ക് പറ്റൂല കേട്ടോ. എനിക്ക് പേടിയാ, ഒന്നാമത് വെള്ളം പേടിയാ. മോനെ നന്നായിട്ട് മിക്സ് ചെയ്താ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേലോട്ട് പരത്താം. ഇനി ഇതേലോട്ട് വെക്ക്. മൊത്തം വെച്ചോ, പരത്തിയും വെച്ചു. നമ്മള് ഇനി ഇതേ പാനിലോട്ട് വെക്കുക കേട്ടോ. ചെറു തീയില് അതങ്ങ് വെന്തോട്ടെ കേട്ടോ. ഒക്കെ ഒന്ന് മൂടി വെച്ചേക്കാവേ. വെള്ളത്തിൽ ചാടാൻ നമുക്കൊന്ന് തിരിച്ചിടാവേ. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ആംബിയൻസില് ഇവർ എല്ലാവരുടെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് ഒരു കുക്കിംഗ് അത്ര ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. ഭയങ്കര രസമാണ്. നോക്കിയാ എല്ലാം കൂടെ വെള്ളത്തിൽ കിടക്കുന്നത് ആനെ കുളിപ്പിക്കാതെ
നമ്മുടെ ലീലേച്ചി മാത്രം വെള്ളത്തിൽ ഇറങ്ങാതെ ഒരു പാറപ്പുറത്ത് കയറി ഇരിക്കുന്നുണ്ടോ? നമ്മുടെ പുളിയില ചിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നല്ലപോലെ ഉണങ്ങിയിരിക്കണം. ഇത് ബാലൻസ് വന്നാൽ നാളെ വീണ്ടും ചൂടാക്കി ഉപയോഗിക്കണം. അപ്പൊ ഭയങ്കര ടേസ്റ്റാ കേട്ടോ. ഇലയിലിരിക്കുന്ന മസാലയൊക്കെ ഇല്ലേ, എന്നാ രസം അറിയോ കഴിക്കാൻ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. കുഞ്ഞു മത്തിയിലും ഈ പരൽമീനിലും നത്തലിലും നത്തോലിയിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. മസാല അടിപൊളിയാ. അപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. കണ്ടോ, നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ പുളിയില ചുട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എവനെ കഴിച്ചു നോക്കടാ. എബിൻ പുഴയിൽ പോയി മുങ്ങി സെറ്റായി വന്ന മസാല അടക്കം തന്നെ. സൂപ്പർ ടേസ്റ്റാ. ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതിന്റെ ടേസ്റ്റ് അറിയാം. കാന്താരിയുടെ നല്ല എരിവും പുളിയിലയുടെ പുളിയും. അപ്പം കഴിച്ചോണ്ടിരിക്കാൻ ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പം ശരിക്കും പുളിയില ചുടുന്നതിനെക്കാട്ടി ഞങ്ങൾ എൻജോയ് ചെയ്തു ഈ പുഴയിലെ ഒരു എന്താ പറയാ ആംബിയൻസ് ആയിരുന്നു അല്ലേ. അടിപൊളിയല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.